ഒരിടവേളയ്ക്ക് ശേഷം ജസ്ന തിരോധാന കേസ് വീണ്ടും പൊതുസമക്ഷം എത്തിയിരിക്കുന്നു. ദുരൂഹമാണ് പുതിയ വെളിപ്പെടുത്തലും. കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മുണ്ടക്കയത്തെ ലോഡ്ജിൽ വെച്ച് ജസ്നയെ കണ്ടെന്ന ലോഡ്ജ് മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലാണ് ജസ്നയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും ചൂട് പകർന്നത്. ഇവരുടെ മൊഴി CBI രേഖപ്പെടുത്തി. എന്താണ് ജസ്നയ്ക്ക് സംഭവിച്ചത്? കേസ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? കാണാതെയാകുമ്പോൾ 20 വയസ്സാണ് ജസ്നയ്ക്ക് പ്രായം. പോലീസും ക്രൈംബ്രാഞ്ചും CBIയും അന്വേഷിച്ചിട്ടും ജസ്ന എവിടെയെന്ന് ആർക്കും അറിയില്ല. ജസ്ന മരിയ ജെയിംസ് ഇന്നും രാജ്യത്തെ അന്വേഷണ സംവിധാനങ്ങൾക്കെല്ലാം മരീചികയായി തുടരുന്നു. കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു ജസ്ന. അന്തർമുഖയായ 20കാരി. സോഷ്യൽ മീഡിയ ഉപയോഗം തീരെയില്ല. മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ച് വെച്ചൂച്ചിറ മുക്കൂട്ടുതറയിലെ വീട്ടിൽ നിന്ന് പിതൃ സഹോദരിയുടെ വീട്ടിലേക്ക് പോയതാണവൾ. കൃത്യമായി പറഞ്ഞാൽ 2018 മാർച്ച് 22-ന് വീടിന് സമീപത്ത് നിന്ന് അവൾ ഓട്ടോ പിടിക്കുന്നു. മുക്കൂട്ടുതറയിലെത്തി. അവിടെ നിന്ന് ബസ്സിൽ എരുമേലിയിലേക്ക്. മുണ്ടക്കയത്ത് നിന്ന് 5 കിലോമീറ്റർ മുൻപുള്ള കണ്ണിമലയിൽ ബസ് എത്തിയപ്പോൾ ജസ്ന അതിലിരിക്കുന്ന CCTV ദൃശ്യങ്ങളുമുണ്ട്. പിന്നീട് ഒരു വിവരവുമില്ല. രാവിലെ പോയ മകൾ രാത്രിയായിട്ട് വീട്ടിലെത്താതെ വന്നതോടെ അച്ഛനും സഹോദരങ്ങളും തിരച്ചിൽ തുടങ്ങി. രാത്രി 8 മണിയോടെയാണ് അച്ഛൻ ജെയിംസ് എരുമേലി സ്റ്റേഷനിലെത്തുന്നത്. പക്ഷേ ഇത് ഞങ്ങളുടെ അതിർത്തി അല്ല എന്ന് പറഞ്ഞ് പോലീസ് അവരെ മടക്കി അയച്ചു. പിന്നീട് വെച്ചൂച്ചിറ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ഒളിച്ചോടിപ്പോയതാകാമെന്ന് പറഞ്ഞൊരു ഉഴപ്പൻ സമീപനമാണ് അന്ന് പോലീസ് സ്വീകരിച്ചത്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ജസ്നയെ കണ്ടെത്താനുള്ള സുവർണ മണിക്കൂറുകളാണ് ഇതോടൊപ്പം നഷ്ടമായത്. പിന്നീട് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് കാര്യമായി വിഷയത്തിൽ ഇടപെടുന്നത്. ആത്മഹത്യ എന്നായിരുന്നു ആദ്യത്തെ ഒരു നിഗമനം. ശബരിമല വനത്തിലും ആളൊഴിഞ്ഞ പുൽമേടുകളിലും വരെ ഈ പോലീസ് സംഘം ജസ്നയെ തിരഞ്ഞു. തെളിവൊന്നും കിട്ടാതെ വന്നതോടെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് എത്തുന്നത്. ഇതിനിടെ ജസ്നയെ കണ്ടെത്തുന്നവർക്ക് ആദ്യഘട്ടത്തിൽ 2 ലക്ഷം രൂപ പാരിതോഷികവും പിന്നീട് 5 ലക്ഷം രൂപ പാരിതോഷികം വരെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ ജസ്നയെ കണ്ടെന്ന് പറഞ്ഞ് അന്വേഷണ സംഘത്തിന് ഒട്ടേറെ ഫോൺ വിളികളാണ് ലഭിച്ചത്. ആൺ സുഹൃത്തിനൊപ്പം ബാംഗ്ലൂരിൽ കണ്ടെന്നായിരുന്നു ഇതിൽ ഏറെ പ്രചരിക്കപ്പെട്ട ഒരു കഥ. തുടർന്ന് 16 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം അന്വേഷണം നടത്തുകയും ചെയ്തു. കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ചെന്നൈയിൽ ഒരു കത്തിക്കരഞ്ഞ നിലയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇത് വീണ്ടും അഭ്യൂഹങ്ങൾ ഉയർത്തി. ഇത് ജസ്നയാണെന്ന തരത്തിൽ വ്യാപക പ്രചാരണം കേരളത്തിനകത്ത് മുഴുവനുണ്ടായി. DNA പരിശോധനയിൽ മൃതദേഹം ജസ്നയുടേതല്ല എന്ന് തെളിഞ്ഞു. അന്വേഷണം അങ്ങനെ എങ്ങും എത്താതെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് കോവിഡ് ആരംഭിക്കുന്നത്. അതൊരു വില്ലൻ തന്നെയായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ലോക്ക്ഡൗണും രോഗവ്യാപനവും അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചു. അങ്ങനെ ഏറെ ദൂരം മുന്നോട്ട് പോയ അന്വേഷണം പാതി വഴിയിൽ നിലച്ചു. ഇതിനിടെ ജസ്ന മതപരിവർത്തനം നടത്തിയിരിക്കാമെന്ന തരത്തിൽ വ്യാപക പ്രചാരണമുണ്ടായി. ജസ്ന അപ്പോഴും കാണാമറയത്ത് തന്നെ തുടർന്നു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും ഫലവത്താവാതെ വന്നതോടെയാണ് CBI അന്വേഷിക്കണമെന്ന ആവശ്യം കുടുംബം ഉയർത്തുന്നത്. ഇതിനിടെ മറ്റൊരു സന്നദ്ധ സംഘടന ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തെങ്കിലും പിന്നീട് സാങ്കേതിക തടസ്സങ്ങളൊക്കെ പറഞ്ഞ് അവർ ആ ഹർജി പിൻവലിക്കുകയുണ്ടായി. ഇതിനിടെ ജസ്നയുടെ സഹോദരൻ ജെയ്സ് ജോണും KSU നേതാവ് M അഭിജിത്തും നൽകിയ ഹർജികളിൽ കേസ് CBIക്ക് വിടാൻ ഹൈക്കോടതി ഉത്തരവ് വരുന്നു. അങ്ങനെ 2021 മാർച്ചിൽ കേസ് CBI ഏറ്റെടുത്തു. ഇതേ മാസം CBI തന്നെ ജസ്നയെ കണ്ടെത്താനായി ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. ഇന്റർപോളിന്റെ സഹായവും തേടി. 191 രാജ്യങ്ങളിൽ അങ്ങനെ ജസ്നയ്ക്കായി യെല്ലോ നോട്ടീസ്. ഒരു വിവരവുമില്ല. 2 വർഷത്തോളം CBI ഇങ്ങനെ ജസ്നയെ അന്വേഷിച്ചു. മതപരിവർത്തനം നടത്തിയിരിക്കുമെന്ന പ്രചാരണം ആദ്യഘട്ടത്തിൽ തന്നെ ക്രൈംബ്രാഞ്ചും പിന്നീട് CBIയും നിഷേധിച്ചു. കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ പട്ടിക വരെ CBI സംഘം പരിശോധിച്ചു. എവിടെയും ജസ്നയില്ല. തെളിവൊന്നും കിട്ടാതെ വന്നതോടെ അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന് CBI കോടതിയെ അറിയിച്ചത് ഈ വർഷമാണ്. ക്ലോഷർ റിപ്പോർട്ട് നൽകിയതോടെ പിതാവ് ജെയിംസ് സമാന്തര അന്വേഷണവുമായി രംഗത്തെത്തി. മകളെ ഒരു സംഘം അപായപ്പെടുത്തിയെന്ന നിഗമനത്തിലാണ് ഈ പിതാവ് എത്തിയിരിക്കുന്നത്. ഇതേ റിപ്പോർട്ട് അദ്ദേഹം മുദ്രവെച്ച കവറിൽ CBIക്ക് കൈമാറുകയും ചെയ്തു. ജെയിംസിന്റെ ഹർജിയിൽ തിരുവനന്തപുരം CJM കോടതി അങ്ങനെ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു.
ഈ അന്വേഷണം ഇപ്പോൾ നടക്കുന്നതിനിടെയാണ് ലോഡ്ജ് മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. എന്തിനീ വെളിപ്പെടുത്തൽ എന്ന ചോദ്യത്തിന് മനസമാധാനത്തിന് വേണ്ടിയെന്നാണ് അവരുടെ മറുപടി. മൊഴി ജസ്നയുടെ പിതാവ് ജെയിംസും ലോഡ്ജ് ഉടമയും തള്ളിക്കളഞ്ഞുവെങ്കിലും ജസ്നയിലേക്കുള്ള തുമ്പാകുമോ ഈ വെളിപ്പെടുത്തലെന്ന് കാണേണ്ടിയിരിക്കുന്നു.